ലോക ക്യാൻസർ ഡേയാണ്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ക്യാൻസർ എന്ന മഹാമാരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ശ്ലോകം എന്ന് പറഞ്ഞാൽ മരുന്നിനൊപ്പം മനസ്സിന്റെ ഉറപ്പുമുണ്ടെങ്കിൽ ക്യാൻസറിനെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. ഏത് രോഗത്തിന്റെയും ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉറപ്പാണ്. എങ്കിൽ മാത്രമേ രോഗത്തിന് ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ ഒരു ചെറിയ ശതമാനം നമ്മൾ കഴിക്കുന്ന മരുന്നും അതിന് വേണ്ടതായിരുന്നു. ആദ്യം വേണ്ടത് മനസ്സിന്റെ ഉറപ്പാണ് രോഗത്തിനെ തോൽപ്പിക്കാൻ. ഇന്നത്തെ ഈ ലോക ക്യാൻസർ ഡേ ദിവസത്തിൽ നമുക്ക് ഇവിടെ ആദരിക്കാൻ ക്യാൻസറിനോട് പൊരുതി ഏതാണ്ട് 2 പതിറ്റാണ്ടോളം ക്യാൻസർ രോഗികൾക്ക് സമാശ്വാസ വാക്കുകൾ നൽകുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, പ്രത്യേകിച്ച് എന്റെ കാരണവർ കൂടിയായ അബ്ദുൽ അസീസ് അലിക്കയെ നമുക്ക് ഇന്നിവിടെ കിട്ടിയതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ കഴിഞ്ഞ 20 വർഷത്തോളം കാലം പലർക്കും ആശ്വാസ വാക്കുകൾ നൽകിയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു മാതൃകയാക്കി നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുവാൻ മാഹി MMCയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ശ്രീ സോമൻ പന്തക്കലിനെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന ഭാഷണം നടത്തുവാൻ ഇവിടെയുള്ള നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസറും ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറുമായ ശ്രീ ഉദയകുമാർ സാറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുവാനായി CSOയുടെ പ്രസിഡന്റ് ശ്രീ കെ ഹരീന്ദ്രൻ അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന മാഹി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ സുധാകരനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലൂടെ എത്തിച്ചേർന്ന ആരിക്കയുടെ ബന്ധുമിത്രാദികളും എന്റെ ബന്ധുക്കളുമായ എല്ലാവരെയും, അതുപോലെ MMC ഫാമിലി മെമ്പേഴ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുവാൻ ശ്രീ സോമപ്പന്തക്കലെ ക്ഷണിച്ചു. എത്രയും പ്രിയപ്പെട്ട MMC കുടുംബാംഗങ്ങളെ, ഇന്നത്തെ വിശിഷ്ട വ്യക്തി ചെറുപ്പം മുതൽ എന്നെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുന്ന കാലത്ത് എന്നെ പരിചയമുണ്ടാകുകയും ഇന്നൊരു മറ്റൊരു ഹൃദയബന്ധം സൂക്ഷിക്കാൻ ഭാഗത്തിലേക്ക് മാറിയ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് അലി അവരുടെയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ ശ്രീ ഡോക്ടർ ഉദയകുമാർ സർ, അതേപോലെ തന്നെ എന്റെ ആത്മസുഹൃത്ത് ശ്രീ ഹരീന്ദ്രൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റും എന്റെ സഹപാഠിയുമായ ശ്രീ സുധാകരൻ, ലയൺസ് ക്ലബിന്റെ റീജിയണൽ കോർഡിനേറ്റർ ശ്രീ രാജേഷ് ശിവദാസ്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെ ഓപ്പറേഷൻ മാനേജർ ശ്രീ മുഹമ്മദ് മുനീർ, എന്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ്. സത്യത്തിൽ ഒരു ദിവസം മാത്രം പ്രായമുള്ള ഒരാലോചനയാണ് ഇന്ന് ഇത്രയും ഭംഗിയാക്കാൻ
നമുക്ക് സാധിച്ചത്. നമ്മളെല്ലാവരും എത്തി എന്നുള്ളത് മാത്രമല്ല, ഇതിനൊരു നിമിത്തമുണ്ട്. ഇത്രയും പേഷ്യൻസ് ഒക്കെ ഒന്ന് മാറി നിന്ന് ഈ ചടങ്ങ് നടത്താൻ പാകത്തിന് നമുക്ക് ഈ ഒരു സമയം അനുവദിക്കപ്പെട്ടത്. ലോക ക്യാൻസർ ദിനത്തെക്കുറിച്ച് നമുക്കറിയാം. ഞാനതിലേക്കൊന്നും പറയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അസിസ്റ്റന്റ് വീട്ടിൽ ഞാൻ പോകുന്നത്. ഒറ്റ കാര്യം മാത്രം പറയാം, ഇത്രമാത്രം ആത്മബലമുള്ള, അതോടൊപ്പം കുടുംബസ്നേഹിയായ, കാരണം ഞാൻ അത് കണ്ടപ്പോൾ നമ്മൾ ഇന്ന് കൈമാസം വന്നിട്ടുള്ളത് ബന്ധത്തെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ബന്ധമായി നിൽക്കുന്നത് അത് വാക്കുകൾക്കപ്പുറം അവരുടെ ജീവിതചര്യയിലുണ്ട്. ആ അർത്ഥത്തിൽ തീർച്ചയായും സ്വന്തം മക്കളെ വീട്ടുമുറ്റത്ത് തന്നെ നിലനിർത്തുകയും എല്ലാവരുമായി ഒരു ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്ന അസിസ്ക രണ്ട് പാവപ്പെട്ട രോഗികൾക്ക് വീട് വെക്കുവാനുള്ള സഹായം നൽകുകയല്ല, അതിന് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കാര്യമാണ് വീട് വെക്കാനുള്ള നിർബന്ധം. എങ്ങനെ കഴിഞ്ഞു? പാലിയേറ്റീവ് രംഗത്തൂടെ മനുഷ്യരുടെ പ്രയാസങ്ങളെ തിരിച്ചറിയുകയും സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ അതെങ്ങനെ അതിജീവിക്കണമെന്ന് സ്വയം ജീവിച്ചു കാണിക്കുകയും ചെയ്ത ആജിക്കെ കുറിച്ച്, അസിസ്കയെ കുറിച്ച് ഞാൻ ഒന്നും കൂടുതലായി പറയുന്നില്ല. കാരണം അദ്ദേഹം തന്നെ നിങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ നിന്നായ മലയാള മനോരമ ഇന്നൊരു പ്രത്യേക പാക്കേജിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ, കാരണം ഇന്ന് ക്യാൻസർ ഡേ ആയതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. കാരണം നമ്മൾ ചുരുങ്ങിയ സമയത്ത് തന്നെ പരിപാടി തീർക്കേണ്ടതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ. തീർച്ചയായും നമ്മൾ ഇപ്പോൾ പലരും പതറിപ്പോവുകയാണ്. രോഗങ്ങൾ കാണുമ്പോൾ പതറിപ്പോകാതെ മനസ്സിന് ഒരു ഉറപ്പ് നൽകുവാൻ പാകത്തിലുള്ള ആത്മബലം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത ബഹുമാന്യനായ അബ്ദുൽ അസീസ് ഹാജി അവരുടെ ഈ ചടങ്ങിൽ എത്തിച്ചേരുന്നത് ദൈവനിയോഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അതോടൊപ്പം ഈ ചടങ്ങിന് ഉദ്ഘാടനത്തിലെത്തിയ ഇപ്പോഴും നമ്മുടെ ഉദ്യോഗമാർ സാറ് നമ്മളോട് 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ആദരിക്കാൻ, അദ്ദേഹത്തെ അസിസ്റ്റാക്കി ആദരിക്കാനും നമ്മുടെ 2 വാക്ക് പറയാനും ശ്രീ ഉദ്യോഗമാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഉണ്ടായില്ലെങ്കിൽ കൂടി പക്ഷേ അതിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനും അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള ലൈഫ് അവർക്ക് പേഷ്യന്റിന് കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം ശുഭോദർക്കമായിട്ടുള്ള കാര്യവുമാണ്. ഒരുപക്ഷെ ഒരുപാട് അഭിമാനഭാവമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഈ നേരത്തെ ആമുഖപ്രസംഗത്തിൽ മുഹമ്മദ് മുനീർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി മനുഷ്യന്റെ വിൽ പവർ എന്ന് പറയുന്നത്. വിൽ പവർ നമ്മൾക്കറിയാം. നമ്മൾ എന്ത് രോഗം വന്നാലും, രോഗം മാത്രമല്ല, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് എപ്പോഴും തുണയായിട്ട് നിൽക്കുന്നത് വിൽ പവർ മാത്രമാണ്. വിൽ പവർ ഇല്ലാത്തൊരു വ്യക്തി ഒരിക്കലും ആ സാഹചര്യത്തിനെ അതിജീവിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും അതേപോലെ തന്നെയാണ് രോഗം. പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്യാൻസർ പോലെ രോഗങ്ങൾ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഇതുപോലുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾ, ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിൽ പവർ. ആ വിൽ പവറിന്റെ മഹാത്മ്യം അതിന്റെ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടഗതി ജീവിച്ചിട്ടുള്ളത്. ഈ വൻകുടലിലെ ക്യാൻസർ എന്ന വളരെ ഭീകരമായിട്ടുള്ള ക്യാൻസറിനെ ഒരുപാട് കാലം ഫൈറ്റ് ചെയ്ത് ഒരുപാട് സർജറി ചെയ്തു. അതിനുശേഷമുള്ള ചികിത്സ തുടങ്ങി. വയറൊക്കെ തുറന്നിട്ട് അവസ്ഥയിലെ ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ നീണ്ടുനിന്ന്, പക്ഷെ ആ വിൽ പവർ കൊണ്ട് അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ചു. ഇന്ന് ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വിൽ പവറിനാണ്. അദ്ദേഹത്തിന്റെ ആ വിൽ പവറിനെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ ഈ വേറെ ഞാൻ ഒരുപാടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തെ ആദരിക്കാൻ ഒരുക്കിയ ഈ ചടങ്ങിൽ എനിക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടിയ ഒരു അഭിമാനമായി തന്നെ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് വർഷങ്ങൾ നീണ്ട ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹം വെറുതെ ഒരു ജീവിതമല്ല, ഒരുപാട് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞത് പ്രൈമറി സ്റ്റേജിൽ മനസ്സിലാക്കിയാൽ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് നമ്മളാരും തയ്യാറില്ല. അതിനുള്ള തകരാറെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എക്സ്റേ കൊണ്ടോ ഒരു ECG കൊണ്ടോ ഒരു ബ്ലഡ് ടെസ്റ്റ് കൊണ്ടോ ക്യാൻസർ നിർണ്ണയിക്കാൻ കഴിയില്ല. ക്യാൻസർ നിർണ്ണയിക്കണമെങ്കിൽ
ബയോപ്സി കൊണ്ട് മാത്രമേ നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മളാരും പെട്ടെന്ന് തയ്യാറാവില്ല. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ നമുക്കെല്ലാം ഏറ്റവും വലിയ തകരാറ് നമ്മളെല്ലാവരും വൺ ഡേ ട്രീറ്റ്മെന്റിന്റെ ആളാണ്. എന്തെങ്കിലും സാധാരണ ഒരു അസുഖം വരും, അടുത്തുള്ള ഡോക്ടറെ കാണിക്കും, ആ രോഗം മാറും, പിന്നെ ആ ഷീറ്റിന്റെ വീഴ്ചക്കൊന്നുമില്ല. വീണ്ടും അതേ രോഗം തന്നെ വന്നാൽ ഒന്നുകിൽ അതേ ഡോക്ടറെ തന്നെ ആയിരിക്കും കാണിക്കുക. പക്ഷെ മുമ്പ് കാണിച്ച കാര്യമൊന്നും നമ്മൾ ഡോക്ടറോട് പരിചയമില്ല, ഡോക്ടർക്ക് അത് ഓർമ്മയുണ്ടാവില്ല. മറ്റു പലരെയും കാണിച്ചിട്ട് ഇതിങ്ങനെയായി ചികിത്സിച്ച് മാറാത്ത സമയത്താണ് പിന്നെ ഒരു അൾട്രാസൗണ്ടും ഒരു പിന്നെ CT സ്കാനും ഒരു MRI സ്കാനും ഒക്കെ എടുക്കല്. അപ്പോഴേക്കും രോഗം അതിന്റെ മൂർധന്യ ദശയിലെത്തിയിട്ടുണ്ടാവും. സാധാരണ നിലയിൽ കാണുന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് ക്യാൻസർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എന്നെ പഠിച്ചിടത്തോളം ഫാമിലി ആയിട്ട് വരാൻ ഒരു 30-35% വരെ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്യാൻസർ. ഇപ്പൊ സാധാരണ നിലയിൽ എന്തെങ്കിലും ഒരു ഭിന്നമായ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് കാണിച്ചുകൊണ്ടേയിരിക്കും. കിടക്കരെ പനി വരിക, അല്ലെങ്കിൽ വയറ്റിന് മൂക്കിന് വരുന്ന പ്രശ്നമുണ്ടാകുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ വിരുദ്ധമായ പരിശോധനയ്ക്ക് വിധേയനാകുകയാണെങ്കിൽ പ്രൈമറി ദശയിൽ അത് മനസ്സിലാക്കാൻ കഴിയും. എനിക്കുണ്ടായിരുന്ന അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് സൗത്ത് ഇന്ത്യയിലും മുന്നിൽ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിൽ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് കിട്ടിയേ മതിയാവും. ഞാനിത് പറയുന്നത് എന്റെ ഒരു അനുഭവം വെച്ചാണ്. പലപ്പോഴും തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ പോയി ചെറിയ കുട്ടികളിലെ കാണുമ്പോൾ അവിടെ നിൽക്കാൻ പോലും തോന്നലില്ല, കരഞ്ഞുവോ അത്രയും സ്ഥിതി. ചെറിയ കുട്ടികൾ ക്യാൻസർ പെട്ടിട്ടുള്ള ഒരു ദയനീയ സ്ഥിതി ഇപ്പം മലബാർ ക്യാൻസറിലും അതുപോലെ തന്നെ കാണുന്നു. പക്ഷെ ഞാൻ കുറേയധികം പോയത് അവരെയായത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കുറേ ആളെ ചികിത്സക്ക് വേണ്ടി അവരെ കൂടെ പോയി നിന്നതിലുള്ള വിഷമവും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായും നേരിടാനുള്ള വിൽ പവർ ഉണ്ടായാൽ മാത്രം. അതുപോലെ ഇന്ന് ഇവിടെ ക്യാൻസറിനെ അതിജീവിച്ച ബഹുമാന്യനായ ശ്രീ ഹസീസ് ഹാജി, ഇവിടെ എന്റെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, MMC കൊട്ടാരങ്ങളെല്ലാം പണിയുന്ന ഇപ്പൊ ആൾക്കാര് എനിക്കെന്ത് ഈ കാലിന് വയ്യാണ്ട് കൊട്ടാരത്തിന്റെ 2ാം നിലയിൽ ഒരു സ്റ്റെപ്പ് പോലും കയറാനാത്ത അവസ്ഥയിൽ എന്തിനാ കൊട്ടാരം? അപ്പോഴെന്താണ് ആഗ്രഹിക്കേണ്ടത്? ഞാനത് ഇന്നലെ എനിക്ക് കാലുവേദനയിൽ ഏറ്റവും വലിയ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല, എന്നാലും 10-22ാമത്തെ പോലെ ഇപ്പോഴും എന്നെയാണ് ഇവിടെ താലൂക്ക് മീഡിയ സർവീസ് കമ്പനിയിലെ മോട്ടിവേഷൻ സ്പീക്കറായി സാധാരണക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് അതിന്റെ അപ്പോയിന്റ്മെന്റ് ഇന്നലെയാണ് ഓർഡർ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് മോട്ടിവേഷൻ വേണ്ടി വരുന്നു. കാരണം ഞാൻ പല തിരിച്ചറിവുകളും കിട്ടിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സ്റ്റാഫ് അംഗങ്ങളുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ സ്റ്റാഫിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേറെ പോയി ഭാരവാഹികളായ ധാരണ സാറും നായ സാറിനെയും